അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ തേടി വന്നവനെ, അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് കടന്നു വരുവാനും സഹായിച്ചതോർത്ത് നന്ദിയപ്പ, നന്ദി. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഒക്കെ എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി എടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രമിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന് ആകിയാൽ അപ്പാ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം പകരുവാൻ എൻ്റെ അപ്പൻ്റെ പാദപീഠമല്ലാതെ മറ്റൊരിടമില്ല കർത്താവേ. ഞങ്ങളുടെ ആവലാദികളും പരാതികളും ഒക്കെ ആയിട്ട് അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് കടന്നു വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ച ദൈവം, അനുഗ്രഹിച്ച ദൈവം, മാനിച്ച ദൈവം, സ്നേഹിച്ച ദൈവം, കരുതിയ ദൈവം ഇന്നും സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു അനാഥര വിധവകളെ എല്ലാം തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം സിംഹാസനമാ, ഭൂമി പാദപീഠമാ. അങ്ങയുടെ പാദപീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങയുടെ മുഖത്തേക്കാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ ഒരു നാൾ ലജ്ജിച്ച് പന്നി സമ്മതിക്കുന്ന ദൈവമല്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു എന്ന് പറയുവാൻ തക്കണം. പിന്നെയും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, സൗഖ്യത്തോടെ സമാധാനത്തോടെ ഞങ്ങളെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പഠനത്തെ മാനിക്കണമേ. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ കാലഘട്ടമാണ്. എഴുതിയ എല്ലാ സബ്ജക്റ്റിനായും സ്തോത്രം. ഇനി എഴുതാനിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായിട്ട് നന്ദി. എൻ്റെ കുഞ്ഞുങ്ങളുടെ കരം എൻ്റെ അപ്പച്ചൻ്റെ കരമായി മാറട്ടപ്പാ. അവരുടെ ആൻസർ പേപ്പറുകളൊക്കെ എൻ്റെ അപ്പച്ചൻ തയ്യാറാക്കണമേ. നല്ല മാർക്കോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പാസ്സാകാൻ സഹായിക്കണം. പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്നിരുന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണയുടെ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്യുവാനും നല്ല പ്രതിഫലം ലഭിക്കാനും ഇടയാക്കണമേ കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമേ, അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും സ്വർഗം ഏറ്റെടുത്താട്ട് കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ ഏൽപ്പിക്കുന്നു. തക്ക തുണി ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. മാസത്തിയോളം കൂടിയിരിക്കണേ. സുഖപ്രസവം നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ, സ്തോത്രം. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അപ്പാ, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ വാഹനയാത്രയിലും വഴിയാത്രയിലും കർത്താവ് കൂടെ ഇരിക്കണമേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും പൊൻകരങ്ങളിൽ ഏൽപ്പിക്കുന്ന എൻ്റെ അപ്പ, ആപത്ത് കൂടാതെ അപകടം കൂടാതെ എല്ലാവരെയും പരിപാലിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എൻ്റെ സ്വർഗ്ഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ കർത്താവ് ഉപജീവനമാർഗത്തിൻ്റെ മേലും പൊന്നപ്പച്ചൻ്റെ കരം വയ്ക്കുമാറാകണം. ആരും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽപ്പാൻ അനുവദിക്കല്ല, കൈനീട്ടുവാൻ അനുവദിക്കല്ല. സ്വർഗ്ഗം വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്.
ഹാലലൂയ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരെ ഓർക്കുന്നു. പുതുവർഷകാലം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും കൊടുത്ത് ഓരോരുത്തരെയും കർത്താവ് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ സ്തോത്രം. എയർപോർട്ടിൽ ഒരു നല്ല ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്ന പൈതലുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം കർത്താവെ. അതിനായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വർഗ്ഗം ആ മക്കളെ ഉള്ളതുപോലെ കാണുന്നു, അറിയുന്നു കർത്താവെ. കുടുംബത്തെ അറിയുന്ന ദൈവം അവിടുന്ന് അവസ്ഥയെ അറിഞ്ഞ് പ്രവർത്തിക്കണം, ആഗ്രഹങ്ങളെ നിവർത്തിക്കുമാറാകണം. തിരുമുൻപാകെ കടന്നു വരുന്നവർ ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവെ. നന്മയ്ക്കായി അത്ഭുതം ചെയ്യണമേ, അടയാളം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലൂയ കർത്താവെ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ജീവിതമുണ്ട് കർത്താവെ. ഹാലലൂയ കർത്താവെ. കർത്താവെ, ശരിയായ രീതിയിലൊന്ന് ശ്വസിക്കുവാൻ പോലും കഴിയാതെ കൃത്രിമ ശ്വാസം ശ്വസിച്ചുകൊണ്ട് കിടക്കുന്ന പ്രിയ ഹാലലൂയ കർത്താവെ, ആ മകനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ കരം ഒന്ന് ചലിപ്പിക്കണമേ. ആ കുടുംബത്തോട് മനസ്സറിയണമേ. ആ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കണമേ. അവരുടെ വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ തക്കണം കർത്താവേ. നിൻ്റെ ആ സൗഖ്യത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരാശ്വാസം, വലിയൊരു സൗഖ്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവേ. അടിയൻ ആത്മാർത്ഥമായി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. കരുണ കാണിക്കണമേ യേശുവേ. ദാവീദ് പുത്ര, കരുണ കാണിക്കണമേ. അവർ വിശ്വാസത്തിൽ മുന്നേറുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ സാക്ഷ്യത്തിനായി എഴുന്നേൽക്കട്ടെ. അതിനായി സ്വർഗം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവർ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ആസ്മ രോഗികൾ, തൈറോയ്ഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ള, ബ്ലീഡിംഗ് ഉള്ളവർ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, ദൈവമായ കർത്താവെ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, അപ്പം ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, തമ്പുരാനെ പൊന്നുകരമെന്ന് വെച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവേ. ആ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ പേരും ഒന്ന് നീട്ടിക്കാട്ട്. സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിട്ട് കർത്താവേ, കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. അങ്ങയുടെ പുറകെ കരഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു മക്കളെ ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. ഒരുത്തരെയും എൻ്റെ കർത്താവ് വെറുതെ വിട്ടിട്ടില്ലല്ലോ. എൻ്റെ ദൈവത്തിന് സമാധാനം നൽകി സൗഖ്യം നൽകി അയച്ച ദൈവമാകിയാൽ അടിയങ്ങളോട് സഹതാപം തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലത്തു തന്നെ നിൻ്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലിയ. ചെവിയുടെ വേദനയാൽ, പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ എൻ്റെ കർത്താവെ സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നിനും വൈദ്യനും കഴിയാത്തത് എൻ്റെ അപ്പന് കഴിയും. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ. വീണ്ടും ആ കരം കുറുതല്ല, കേൾപ്പാൻ കഴിയാതെ ആ കാത് മന്ദമായി പോയിട്ടില്ല. ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ ബിഷപ്പൻ്റെ പാദപിടിത്തിൽ ഏൽപ്പിക്കുന്നു. വേർപാട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഹാലലുയ. ദൈവമായ കർത്താവെ, പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ കൃപ കൊടുത്താട്ട് കർത്താവ്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. അതിനായി പ്രയത്നിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. റിസൾട്ട് ലഭിച്ച മക്കളുണ്ട് കർത്താവെ. അവരുടെ വഴികളെയൊക്കെ നേരെയാക്കണമേ കർത്താവ്. ശത്രു ബന്ധിക്കുവാൻ അനുവദിക്കല്ലേ. തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടണം. ഒരു കഷ്ടമോ നഷ്ടമോ ഉണ്ടാൻ അനുവദിക്കാതെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുത്തത് അത്ഭുതത്തിൻ്റെ അതിശയത്തിൻ്റെ വാക്കി തീർക്കണം. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. സമാധാനവും ദൈവകൃപയും കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട്. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കാൻ സഹായിക്കണം. അപ്പച്ചൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.